ജോസ് കെ മാണി ഒറ്റയ്ക്ക് UDF-ലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും എത്രമാത്രം സ്വീകാര്യമാകും എന്നുള്ള ഒരു വലിയ വിഷയമുണ്ട്. കാര്യം അതിനും വേണ്ടി അണികളൊന്നും കൂടെ വരാനുണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു പാർട്ടി അപ്പോൾ വല്ലാത്തൊരു അനിശ്ചിതത്വത്തിലേക്ക് പോവുകയാണ്. തീർച്ചയായിട്ടും. അപ്പം ഒരു വല്ലാതെ ഈ രീതിയിലൊരു പാർട്ടി കെട്ടിപ്പടുക്കാനുള്ള ശേഷിയൊന്നും ജോസ് കെ മാണിക്കില്ല. കാരണം രാഷ്ട്രീയമായ ഒരു പരിചയവുമില്ല, താഴേക്കടയിൽ നിന്ന് പ്രവർത്തിച്ചൊന്നും പരിചയമില്ല. അപ്പോൾ ഇവിടെ പിണറായി വിജയന്റെ ഒരു സപ്പോർട്ടെങ്കിലും കിട്ടുമോ ഇദ്ദേഹത്തിന്? തീർച്ചയായിട്ടും പിണറായിയുടെ സപ്പോർട്ടില്ല. ജോസ് കെ മാണിക്ക് ഈ അവസരത്തിൽ പിണറായിയുടെ ഒരു സപ്പോർട്ട് റോഷി ഇങ്ങനെ പറയുമ്പോൾ ജോസ്മോൻ പോകണ്ട, ജോസ്മോൻ നിൽക്കൂ, നമുക്ക് ജയിപ്പിച്ച് വരാം. ജോസ് കെ മാണി എനിക്ക് തോന്നുന്നു പിണറായി വിജയന്റെ ആ ഒരു നല്ല പുസ്തകത്തിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടാവണം. ഈ പറയുന്ന പോലെ അവരെ കാണാൻ പോവുകയും ചെല്ലണമെന്ന് പറയുകയും ഒക്കെ ചെയ്തതിന്റെ ഒറ്റ കാരണം കൊണ്ട് അല്ല. കാരണം UDF-ലേക്ക് പോകാനായിട്ട് ജോസ് കെ മാണി തീരുമാനമെടുത്തു. തയ്യാറെടുപ്പ് പിന്നെ മുഖ്യമന്ത്രിയാണല്ലോ, അദ്ദേഹത്തിന്റെ കയ്യിലാണല്ലോ എല്ലാ ഇന്റലിജൻസും. അപ്പൊ അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് തന്നെയാണ് അറിഞ്ഞിട്ടുണ്ടാവും, വ്യക്തമായ ധാരണ ഉണ്ടാവും. അല്ലേ സാർ? ശരിക്കും പിണറായി കൈയൊഴിഞ്ഞു. പിണറായി ജോസ് കെ മാണി കൈയൊഴിഞ്ഞതിന്റെ ലക്ഷണം നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. റോഷിയുടെ ആ പെരുമാറ്റത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.